ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പുതിയ ദിലീപ് ചിത്രത്തെക്കുറിച്ചാണ്. കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ ജനപ്രിയ താരമാണ് ദിലീപ്. ജനപ്രിയ നായകനാണ് ദിലീപ്. അപ്പോൾ ദിലീപിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ തീം വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. ഈ ചിത്രത്തിൻ്റെ പേര് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ അറിയാം ഇതൊരു ഫാമിലി സ്റ്റോറിയാണെന്ന് അറിയാലോ. അപ്പോൾ ഇതിൻ്റെ തിരക്കഥ സംഭാഷണം ഒരുക്കിയിട്ടുള്ളത് ഷാരിസ് മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളൊക്കെ സൂപ്പറായിരുന്നു, എഴുത്ത് നന്നായിരുന്നു, എല്ലാം ശരിയാകും, ജനഗണമന, അങ്ങനെ പോകുന്ന എഴുത്തുകളും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ എഴുത്തും ഗംഭീരമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇതിൻ്റെ സംവിധാനം വിൻഡോ സ്റ്റീഫനാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണ്. 2 സ്റ്റീഫന്മാർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ തീം വീഡിയോ ഒന്ന് കാണാം. ഓക്കെ. പ്രിൻസ് ഈ ദിലീപ് ചിത്രങ്ങളിൽ എപ്പോഴും കാണുന്നൊരു സംഭവമാണ്. ദിലീപ് എപ്പോഴും കയ്യിൽ നിന്ന് ഇടണമെന്നാണെന്ന് തോന്നണം കേട്ടാ. കാരണം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 2 കൈയും പോക്കറ്റിൽ തിരികിയിട്ട് പോകുന്ന ആ സീൻ കണ്ട ശരിക്കും പറഞ്ഞാൽ എല്ലാ ചിത്രങ്ങളിലും ഉണ്ട്. ബോഡി ഗാർഡ്, അതുപോലെ തന്നെ വെട്ടം, ഒട്ടുമിക്ക ചിത്രത്തിലും ദിലീപ് പാട്ട് സീനിലാണ് അത് കൂടുതലായിട്ട് നമ്മൾ കാണാറ്. അടിപൊളിയല്ലേ? ചേച്ചിയുണ്ടല്ല, ചേച്ചിയുണ്ട്, അഞ്ചു ചേച്ചിയുണ്ട്. ഇതിൽ സീനുകളൊക്കെ കാണുമ്പോഴേ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ പടമില്ലേ ദിലീപിൻ്റെ, ആ ചിത്രമായിട്ട് നമുക്ക് കണക്ട് ആവണില്ല. അതേപോലെ തോന്നണല്ലേ ജീവിതഗന്ധിയായിട്ടുള്ള ആ ഫാമിലി ചിത്രം, അതേപോലെ തോന്നണ്ട് കേട്ടോ നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യണം. ഭാര്യയും മക്കളുള്ളവർക്ക് ഞാനൊരു കോമഡി പീസായിരിക്കും. എൻ്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും. പക്ഷേ എനിക്കെൻ്റെ ലൈഫ് കോമഡി അല്ല സാർ. സംഭവം സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് ആ സിനിമ എന്താണെന്നൊന്ന് മനസ്സിലേക്ക് ഓടിത്തിരിഞ്ഞ് വരുന്നൊരു ഒഫീഷ്യൽ തീം വീഡിയോ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ ആ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗില്ല, ശരിക്കും ഉള്ളിൽ കത്തലോടുകൂടി പറയുന്ന ഒരു ഡയലോഗല്ലേ. ഇതിൽ ആ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ദിലീപ് വിവാഹിതനല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ദിലീപ് പറയുന്ന അങ്ങനത്തെ ഒരു ഡയലോഗാണല്ലോ, ഭാര്യയും മക്കളുള്ളവരുടെ മുന്നിൽ ഞാനൊരു കോമാളിയാണെന്ന് അദ്ദേഹം സ്വയം പറയാണ്. സത്യത്തിൽ ഏത് കാര്യമായാലും നമ്മുടെ കുറവുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും പുറമേ നിൽക്കണവര് അത് പറഞ്ഞ് നമ്മളെ കളിയാക്കാം. ആ കുറവുകളെ പറഞ്ഞിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മുറിവിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും എപ്പോഴും. അത് അവർക്കൊരു രസകരമായിട്ട് സംഭവിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കോമാളിയാണെങ്കിലും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാജാവല്ലേ, കോമാളിയല്ലല്ലോ, രാജാവാണ്. അപ്പോൾ ഈ സിനിമയിലും നമ്മുടെ പ്രിൻസ്, നമ്മുടെ ദിലീപേട്ടൻ രാജാവ് തന്നെയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ സിനിമ അടിപൊളി വിജയമായിട്ട് റെക്കോർഡ് കളക്ഷൻ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് നേരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.